Good morning all. Welcome to Varanda Race Malayalam YouTube channel. എൻ്റെ പേര് മനു. ബാങ്ക് SSC എക്സാംസിൻ്റെ ഡെയിലി കറണ്ട് സെക്ഷൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിസംബർ 24 ഡെയിലി കറണ്ട് ആണ്. ഓക്കെ, കറണ്ട് സെറ്റ് പോകുന്നതിന് മുമ്പായിട്ട് വരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്തരാം. അപ്പോൾ നമ്മുടെ വരാന്ത റേസിൽ ഒരു ബ്രാഞ്ചിൽ നിന്ന് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ആദ്യം പ്രൊവൈഡ് ചെയ്യുന്ന ക്ലാസ്സസ് ആയിരിക്കും. ആ ക്ലാസ് ബേസ് ചെയ്തിട്ടുള്ള ബേസിക് സർക്കിൾ, ഓക്കെ, പ്രിലിംസ് ലെവൽ കണ്ടൻസ് ആയിരിക്കും ആ ഒരു ബേസിക് സർക്കിളിൽ പോകുന്നത്. നെക്സ്റ്റ് വരുന്ന എക്സ്ട്രീം സർക്കിളാണ്. അതിനകത്ത് മെയിൻസ് ലെവൽ കണ്ടൻസ് ആയിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സൂപ്പർ ബാച്ച് ആണ്. ഒരു എക്സാം ഫോക്കസ് ചെയ്തായിരിക്കും ഈ സൂപ്പർ ബാച്ച് പോകുന്നത്. ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിലിംസ് മെയിൻസ് സെക്ഷൻസിൻ്റെ ഒരു ട്രെയിനിങ് ആയിരിക്കും നിങ്ങൾക്ക് ആ ഒരു സൂപ്പർ ബാച്ചിനകത്ത് ലഭിക്കുന്നത്. നെക്സ്റ്റ് റിയൽ ടെൻസി പ്രോഗ്രാം അല്ലെങ്കിൽ റിപ്പ്, അതിനകത്ത് മോക്ക് ടെസ്റ്റുകളാണ്. പ്രിലിംസിൻ്റെയും മെയിൻസിൻ്റെയും സെപ്പറേറ്റ് മോക്ക് ടെസ്റ്റ് ഓരോ എക്സാം ബേസ് നിങ്ങൾക്ക് ആ ഒരു റിപ്പിനകത്ത് അവൈലബിൾ ആയിരിക്കും. നെക്സ്റ്റ് വരുന്ന മോക്ക് ഇൻ്റർവ്യൂസ് ആണ്. മോക്ക് ഇൻ്റർവ്യൂസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ചില ബാങ്കിൻ്റെ എക്സാംസ് ക്ലിയർ ചെയ്യുന്നത്, മെയിൻസ് എക്സാംസ് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂസ് ഉണ്ടായിരിക്കും. ആ ഇൻ്റർവ്യൂസിന് വേണ്ടി നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്ന സെക്ഷനാണ് മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസ്. ആ ഒരു മോക്ക് ഇൻ്റർവ്യൂ സെക്ഷൻസിനകത്ത് നിങ്ങൾക്ക് എന്താ ഒരു ഇൻ്റർവ്യൂവിൻ്റെ റിലേറ്റഡ് ആയ ക്ലാസ്സസ് അതുപോലെ പേഴ്സണൽ ഇൻ്റർവ്യൂസും നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് വരാന്ത റേസിൻ്റെ 6 ലെവൽ പ്രാക്ടീസ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ വരാന്ത റേസ് നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും അഡ്മിഷൻസ് എടുക്കാവുന്നതാണ്. ഓക്കെ, ഓൺലൈൻ അഡ്മിഷൻ അല്ല ഓഫ്ലൈൻ അഡ്മിഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അതൊരു ഓൺലൈൻ കോഴ്സസാണ് ചൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നമ്മൾ അഡ്മിഷൻ ടീമിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, നമുക്ക് ആദ്യത്തെ ന്യൂസിലോട്ട് പോകാം. ഓക്കെ, ഫസ്റ്റ് ന്യൂസ്, WHO's 5th ഗ്ലോബൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓൺ റോഡ് സേഫ്റ്റി 2023. ഓക്കെ, അപ്പോൾ WHOയുടെ അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ 5ാമത്തെ ഗ്ലോബൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓൺ റോഡ് സേഫ്റ്റി. ഓക്കെ, അതിൻ്റെ പേര് ഗ്ലോബൽ റോഡ് ട്രാഫിക് ഡെത്ത് ഡ്രോപ്ഡ് ബൈ 5%. ഓക്കെ, ഗ്ലോബൽ റോഡ് ട്രാഫിക് ഡെത്ത് എത്ര 5% കുറഞ്ഞു എന്നാണ് പറയുന്നത്. റൈസ് ഇൻ ഇന്ത്യാസ് ഗ്ലോബൽ ഷെയർ. ഓക്കെ, അപ്പോൾ അതിനകത്ത് പറയുന്നത് ഗ്ലോബൽ റോഡ് ട്രാഫിക് ഡെത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് 5% ഡ്രോപ്പ് ആയിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ നിന്നുള്ള ആക്സിഡൻറ്റ് കൂടുന്നുണ്ടെന്നാണ് പറയുന്നത്. അതായത് ഗ്ലോബൽ ഷെയറിൽ ഇന്ത്യയുടെ കോൺട്രിബ്യൂഷൻ കൂടിയെന്നാണ് ആ ഒരു റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് ലോഞ്ച് ദ റിപ്പോർട്ട് ടൈറ്റിൽഡ് ഗ്ലോബൽ സ്റ്റാറ്റസ് റിപ്പോർട്ട് ഓൺ റോഡ് സേഫ്റ്റി 2023 എന്ന റിപ്പോർട്ട് റിലീസ് ചെയ്തു. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കാര്യം, ദ ആനുവൽ നമ്പർ ഓഫ് റോഡ് ട്രാഫിക് ഡെത്ത് അക്രോസ് ദ വേൾഡ് ഹാസ് സ്ലൈറ്റ്ലി ഡിക്രീസ്ഡ് ഫ്രം 1.9 million 1.9 million ഫ്രം 1.25 million. ഓക്കെ, 1.95 million നിന്ന് 1.19 million ആയിട്ട് കുറഞ്ഞെന്ന് പറയുന്നത്, മേക്കിംഗ് എ 5% ഡിക്രീസ് ഇൻ ദ 10-year ബിറ്റ്വീൻ 2010 to 2021. ഓക്കെ, 2010-2021 കാലഘട്ടത്തിൽ അല്ലെങ്കിൽ 10 വർഷത്തിനുള്ളിൽ റോഡ് ആക്സിഡൻറ്റ്സ് 5% കുറഞ്ഞു എന്നാണ് പറയുന്നത്. 1.25 million റോഡ് ആക്സിഡൻറ്റ് നിന്ന് 1.19 million ആയിട്ട് കുറഞ്ഞു എന്നാണ് ആ ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, പക്ഷേ അവർ പറഞ്ഞിട്ടുള്ള കാര്യം വെച്ചാൽ ഇന്ത്യയിൽ നിന്നുള്ള കോൺട്രിബ്യൂഷൻ അല്ലെങ്കിൽ ഇന്ത്യയിൽ ആക്സിഡൻസിൻ്റെ എണ്ണം ഇൻക്രീസ് ആയെന്നാണ് പറയുന്നത്. അതുപോലെ ഇന്ത്യയിൽ നടക്കുന്ന ആക്സിഡൻറ്റ് ഇൻക്രീസ് ആയതിൻ്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഗ്ലോബൽ ഷെയർ കൂടിയെന്നും പറയുന്നുണ്ട് ആ ഒരു റിപ്പോർട്ടിനകത്ത്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് കമ്പനി ഹാസ് ലോഞ്ച്ഡ് ഇന്ത്യസ് ഫസ്റ്റ് സെൽഫ് ഹോസ്റ്റഡ് പേയ്മെൻറ്റ് ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോം ഫ്ലോവൈസ്. ഓക്കെ, അപ്പോൾ സെൽഫ് ഹോസ്റ്റഡ് ആയിട്ടുള്ള പേയ്മെൻറ്റ് ഓർക്കസ്ട്രേഷൻ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള ഫ്ലോവൈസ് ലോഞ്ച് ചെയ്ത കമ്പനി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫ്ലോവൈസ് എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്ത കമ്പനി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ്സ് ലിമിറ്റഡ് ആണ്. ഓക്കെ, ക്യാഷ് ഫ്രീ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഫ്ലോ വൈസ്. ഓക്കെ, ഫ്ലോ വൈസ് കൊണ്ടുവന്നത് ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ് ലിമിറ്റഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, നെയിം ദ ബാങ്ക് ദാറ്റ് ഹാസ് കൊളാബറേറ്റഡ് വിത്ത് റിലയൻസ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ടു ലോഞ്ച് എ ഫിനാൻസിങ് പ്രോഗ്രാം ഫോർ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ്സ്. ഓക്കെ, അപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രി ലിമിറ്റഡുമായിട്ട് ചേർന്നിട്ട് ഈ കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ്സിൻ്റെ ഫിനാൻസിങ് പ്രോഗ്രാമിന് വേണ്ടിയിട്ട് കൊളാബറേറ്റ് ചെയ്ത ബാങ്ക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് DBS ബാങ്ക് ഇന്ത്യ. ഓക്കെ, DBS ബാങ്ക് ഇന്ത്യയാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇത് ഈ ഒരു ഇതിനു വേണ്ടി മുന്നോട്ട് വന്നേക്കുന്നത്. അതിന് വേണ്ടിയിട്ട് അവർ കൊളാബറേഷൻ വന്നേക്കുന്ന റിലയൻസ് ഇൻഡസ്ട്രി ലിമിറ്റഡുമായിട്ട് ചേർന്നിട്ട് കംപ്രസ്ഡ് ബയോഗ്യാസ് പ്ലാന്റ്സിനെ എന്ത് ചെയ്യണം, ഫിനാൻസ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, next, which of the following personality has honored with the Indira Gandhi Prize for Peace, Disarmament and Development for 2023? ഓക്കെ, അപ്പോൾ ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ്, ഡിസാർമമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ലഭിച്ചത് ആർക്കൊക്കെയാണ് അല്ലെങ്കിൽ ആർക്കൊക്കെയാണെന്നാണ് ആ ഒരു ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ദിരാഗാന്ധി പീസ് ഫോർ പ്രൈസ്, ഡിസാർമമെൻറ്റ് ആൻഡ് ഡെവലപ്മെൻറ്റ് ലഭിച്ചേക്കുന്ന 2 പേർക്കാണ്. അതിനകത്ത് ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഡാനിയൽ ബരൻബോയ്. ഓക്കെ, ബരൻബോയ് ആണ് ആദ്യത്തെ ആൾ. രണ്ടാമത്തെ ആൾ അലി അബു അവാദ്. ഓക്കെ, അപ്പോൾ ഡാനിയലും
അലി അബു അവാദിനാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധി പ്രൈസ് ഫോർ പീസ് ഡിസാർമമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ലഭിച്ചിരിക്കുന്നത്. ഓക്കെ, ഡാനിയൽ അതുപോലെ അലി അബു അവാദ്. ഓക്കെ, നെക്സ്റ്റ് നെയിം ദ പേഴ്സണാലിറ്റി ഫ്രം ഇന്ത്യ ഹു ഹാസ് എലക്ടഡ് ടു ഗവർണിംഗ് കൗൺസിൽ ഓഫ് ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ യൂണിഫിക്കേഷൻ ഓഫ് പ്രൈവറ്റ് ലോ. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന പേഴ്സണാലിറ്റി ആരാണ്? ഓക്കെ, എന്തിനു വേണ്ടിയിട്ടാ? ഗവർണിംഗ് കൗൺസിൽ ഓഫ് ദ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ യൂണിഫിക്കേഷൻ ഓഫ് പ്രൈവറ്റ് ലോ. ഓക്കെ, അപ്പോൾ ആ ഒരു കൗൺസിലോട്ട് ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കുന്ന പേഴ്സണാലിറ്റി ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്താണ്? ഉമാ ശേഖറാണ്. ഓക്കെ, ഉമാ ശേഖറിനെയാണ് ഈ ഒരു കൗൺസിലോട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഇന്ത്യയിൽ നിന്ന് എലക്ട് ചെയ്തിരിക്കുന്ന ആളെന്ന് പറയുന്നത് ഉമാ ശേഖറാണ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ന്യൂസിലോട്ട് പോവാം. ഓക്കെ, നെക്സ്റ്റ് ഇൻ ഡിസംബർ 2023 ഇന്ത്യസ് ഫാസ്റ്റസ്റ്റ് സോളാർ ഇലക്ട്രിക് ബോട്ട് ഓക്കെ ബരാക്കുഡ വാസ് ലോഞ്ച് ഇൻ വിച്ച് സ്റ്റേറ്റ്? ഓക്കെ, അപ്പോൾ ഏത് സ്റ്റേറ്റിലാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സോളാർ ഇലക്ട്രിക് ബോട്ടായിട്ടുള്ള ബരാക്കുഡ എന്ന് പറയുന്ന പേരുള്ള ഒരു ബോട്ട് ഓക്കെ അത് ഏത് സ്റ്റേറ്റിലാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ലോഞ്ച് ചെയ്തിരിക്കുന്നതാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്താണ്? അതിൻ്റെ ആൻസർ കേരളയാണ്. ഓക്കെ, കേരളയിൽ ആണ് ഈ ഒരു ബോട്ട് ലോഞ്ച് ചെയ്തത്. കേരള സ്റ്റേറ്റിലാണ് ഈ ബോട്ട് ലോഞ്ച് ചെയ്തത്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള സോളാർ ഇലക്ട്രിക് ബോട്ട്. ഓക്കെ, സോളാറിലും അതുപോലെ ഇലക്ട്രിക്കിലും ഒരുപോലെ പ്രവർത്തിക്കുന്ന ബോട്ട്, അതും ഏറ്റവും ഫാസ്റ്റ് ആയിട്ടുള്ള ബോട്ട് എവിടെയാണ്? അതിൻ്റെ പേര് ബരാക്കുഡ എന്നാണ് അതിൻ്റെ പേര്. അത് ലോഞ്ച് ചെയ്തിരിക്കുന്ന സ്റ്റേറ്റ് ഏതാണ്? കേരളത്തിലാണ് എന്ത് ചെയ്തിരിക്കുന്നത് ആ ഒരു ബോട്ട് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് വിച്ച് ഓഫ് ദ ഫോളോയിങ് പേഴ്സണാലിറ്റി ഹാവ് ബീൻ ഫസ്റ്റ് ഇന്ത്യൻസ് to be induced into the International Tennis Hall of Fame. ഓക്കെ, അപ്പം നമ്മൾ ക്രിക്കറ്റ് ഹാൾ ഓഫ് ഫെയിം ഒക്കെ നമ്മൾ പഠിക്കാറുണ്ട്. അതുപോലെ ഈ പറഞ്ഞ ഫുട്ബോളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിനും പഠിച്ചിട്ടുണ്ട്. പിന്നെ അത് ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലോട്ട് ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് സെലക്ട് ചെയ്തേക്കുന്ന പേഴ്സണാലിറ്റീസ് ആരൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഇന്റർനാഷണൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലോട്ട് സെലക്ട് ചെയ്തേക്കുന്ന ആരൊക്കെയാണ്? ലീഡർ പീസ് എന്ന് പറയുന്ന ആൾ. ഓക്കെ, ലെൻഡർ പീസ്, അതുപോലെ വിജയ് അമൃത് രാജ്. ഓക്കെ, വിജയ് അമൃത് രാജും ലെൻഡർ പീസും ആണ് രണ്ട് ആൾക്കാർ. വിജയ് അമൃത് രാജ് അതുപോലെ ലെൻഡർ പീസ്. ഓക്കെ, രണ്ടുപേരെയാണ് ഇന്റർനാഷണൽ ഹാൾ ഓഫ് ഫെയിമിൽ ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിൽ ഓർക്കുക ഇന്റർനാഷണൽ ടെന്നീസാണ് ടെന്നീസ് ഹാൾ ഓഫ് ഫെയിമിലോട്ട് സെലക്ട് ചെയ്തിരിക്കുന്ന രണ്ടുപേര് ലെൻഡർ പീസും അതുപോലെ വിജയ് അമൃത് രാജുമാണ് രണ്ടാൾക്കാരെന്ന് പറയുന്നത്. ഓക്കെ, next in December 2023 the Board of Control of Cricket in India announced the retirement of former cricketer Mahendra Singh Dhoni's iconic jersey number. ഓക്കെ, അതായത് അത്യാവശ്യം നമ്മളൊരു ന്യൂസായൊരു കാര്യമാണ്. BCCI എന്ത് ചെയ്തു, ഒരു പുതിയൊരു ജേഴ്സി നമ്പറിൻ്റെ റിട്ടയർമെൻറ്റ് അല്ലെങ്കിൽ അത് റിട്ടയർ ചെയ്തു. അതായത് ഇനി തൊട്ട് ആ ഒരു ജേഴ്സി നമ്പർ ഇനി വരുന്ന പ്ലേയേഴ്സിനൊന്നും സ്വീകരിക്കാനായിട്ട് കഴിയത്തില്ല. ഓക്കെ, അവർക്ക് അത് ആ ജേഴ്സി നമ്പർ യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആരുടെയാണത്? മഹേന്ദ്ര സിംഗ് ധോണിയുടെ ഒരു ജേഴ്സി നമ്പറാണത്. ആ നമ്പർ എത്രയാണ്? അത് 7 ആണ്. ഓക്കെ, ജേഴ്സി നമ്പർ 7 ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, റിട്ടയർ ചെയ്ത ആ ഒരു ജേഴ്സി നമ്പർ എന്ന് പറയുന്നത്. റിട്ടയർമെൻറ്റ് ഓക്കെ, ആ ഒരു റിട്ടയർമെൻറ്റ് ഭാഗമായിട്ട് ആ ഒരു ജേഴ്സി എന്ത് ചെയ്തു, ഇനി അവർ ആ ജേഴ്സി ബാക്കി പ്ലേയേഴ്സൊന്നും ആ ജേഴ്സി യൂസ് ചെയ്തില്ല. ആ ജേഴ്സി നമ്പർ 7 ജേഴ്സി യൂസ് ചെയ്യത്തില്ല. ഇത് രണ്ടാമത്തെ തവണയാണ് ഇങ്ങനെ ഒരു ഇന്ത്യൻ പ്ലെയറിൻ്റെ ജേഴ്സി നമ്പർ റിട്ടയർ ചെയ്യുന്നത്. ആദ്യമായിട്ട് ഇത് ചെയ്തേക്കുന്നത് 2017 നമ്മൾ സച്ചിൻ ടെണ്ടുൽക്കർ റിട്ടയർ ചെയ്ത സമയത്ത്, സച്ചിൻ ടെണ്ടുൽക്കർ വിരമിച്ച സമയത്ത് ഉപയോഗിച്ചിരുന്ന ജേഴ്സി നമ്പർ 10 ആണ് ആദ്യമായിട്ട് ഈ രീതിയിൽ റിട്ടയർമെൻറ്റ് നടത്തിയ ഒരു ജേഴ്സി നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, മഹേന്ദ്ര സിംഗ് ധോണി രണ്ടാമത്തെ ആളാണത്. ആ ഒരു ജേഴ്സി നമ്പർ ഓർക്ക് 7ാം നമ്പർ ജേഴ്സിയാണ്. ഓക്കെ, ഓക്കെ, നെക്സ്റ്റ് ഇൻ ഡിസംബർ 2023 നോവാക് ജോക്കോവിച്ച് ഫ്രം സെർബിയ ഹാസ് നെയിംഡ് ദ മെൻസ് ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ വേൾഡ് ചാമ്പ്യൻ. ഓക്കെ, അപ്പോൾ അതിനകത്ത് പഠിക്കേണ്ട പേര് ഏതാണ്? നോവാക് ജോക്കോവിച്ച് എന്ത് ചെയ്തു? ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ്റെ വേൾഡ് ചാമ്പ്യനായിട്ട് മാറി. അത് എത്രാമത്തെ തവണയെന്നാണ് ആദ്യത്തെ ചോദ്യം. ഓക്കെ, അത് എത്രാമത്തെ തവണയെന്നാണ് ആദ്യത്തെ ചോദ്യം. അതുപോലെ വൈൽ ബെലോറസിയൻ ടെന്നീസ് പ്ലെയർ ഡാഷ് ഹാസ് നെയിംഡ് ആസ് ദ വുമൻസ് ITF വേൾഡ് ചാമ്പ്യൻ ഫോർ ദ ഫസ്റ്റ് ടൈം. ഓക്കെ, അപ്പോൾ 2 ആൻസേഴ്സാണ് വരുന്നത്. നമ്മുടെ നോവാക് ജോക്കോവിച്ച് വേൾഡ് ചാമ്പ്യൻ ആവുന്നത്, ഇന്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ വേൾഡ് ചാമ്പ്യൻ ആവുന്നത് 8ാമത്തെ തവണയാണ്. ഓക്കെ, 8ാമത്തെ തവണയാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, വേൾഡ് ITCയുടെ അല്ലെങ്കിൽ ITFൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് വിന്നറായിട്ട് മാറുന്നത്. അത് മെയിൽ കാറ്റഗറിയിൽ. അതുപോലെ ബെലോറസിയൻ ടെന്നീസ് പ്ലെയർ ആയിട്ടുള്ള അരിയാന
സബാലെങ്ക. ഓക്കെ, ഹരിയാന സബാലെങ്ക ആദ്യമായിട്ട് വുമൻസിൻ്റെ ITF വേൾഡ് ചാമ്പ്യനായിട്ട് മാറുകയാണ്. ഓക്കെ, ഹരിയാന സബാലെങ്ക. അതുപോലെ മെൻസിൽ നേടിയിരിക്കുന്ന ആരാണ്? നോവാക് ജോക്കോവിച്ച് ആണ്. അദ്ദേഹത്തിൻ്റെ 8ാമത്തെ തവണയാണ് അദ്ദേഹം ഈ ഒരു വിൻ അല്ലെങ്കിൽ ഒരു ടൈറ്റിൽ നേടുന്നത് ആരും അറിഞ്ഞിരിക്കാം. ഓക്കെ, മിക്കവാറും നമുക്ക് എക്സാമിന് അതായിരിക്കും ചോദിക്കുന്നത്. നോവാക് ജോക്കോവിച്ച് റീസെൻ്റ്ലി നടന്ന ഇൻ്റർനാഷണൽ ടെന്നീസ് ഫെഡറേഷൻ വേൾഡ് ചാമ്പ്യൻഷിപ്പ് 2023 വിൻ ചെയ്യുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ എത്രാമത്തെ ടൈറ്റിലാണതെന്ന് ചോദിക്കും. ഓക്കെ, അദ്ദേഹം എത്രാം തവണയാണ് ഇങ്ങനെ ചാമ്പ്യൻ ആവുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എത്രയാണ്? 8 തവണയാണ് അദ്ദേഹം ചാമ്പ്യനായിട്ട് മാറിയത്. ഓക്കെ. Okay, next, according to the International Energy Agency report titled Coal 2023 Analysis and Forecast to 2026 released in December 2023. Okay. Indian coal demand is expected to rise by dash annually to 1,397 million tons till 2026. Okay. അപ്പോൾ 2026 നമ്മുടെ ഇന്ത്യയുടെ കോളിൻ്റെ ആവശ്യം അല്ലെങ്കിൽ കോളിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് 1397 മില്യനായിട്ട് കൂടുമെന്നാണ് ഇൻ്റർനാഷണൽ എനർജി ഏജൻസി എന്ത് ചെയ്തേക്കുന്നത്, പ്രഡിക്റ്റ് ചെയ്തേക്കുന്നത്. അത് ഓരോ വർഷവും 3.5% ഇൻക്രീസ് ഉണ്ടാകുന്നത്. 3.5% ഇൻക്രീസോട് കൂടി. ഓക്കെ, 3.5% ഇൻക്രീസോട് കൂടി 1397 മില്യൺ ടൺസിൻ്റെ ഒരു ഡിമാൻഡ് 2026 അച്ചീവ് ചെയ്യുന്നതാണ് നമ്മുടെ ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ IEA അല്ലെങ്കിൽ ഇൻ്റർനാഷണൽ എനർജി ഏജൻസി ഒരു റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് കമ്പനി ഹാസ് സൈൻഡ് ₹5,336.25 crores കോൺട്രാക്ട് വിത്ത് മിനിസ്ട്രി ഓഫ് ഡിഫൻസ് ടു പ്രൊക്യൂർ ഇലക്ട്രോണിക് ഫ്യൂസസ് ഫോർ ദ ഇന്ത്യൻ ആർമി. ഓക്കെ, അപ്പോൾ ഈ ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് ഫ്യൂസസിൻ്റെ ഒരു പ്രൊക്യൂർമെൻറ്റിന് വേണ്ടിയിട്ട് 5336.25 കോടി രൂപയുടെ കോൺട്രാക്റ്റ് മിനിസ്ട്രി ഓഫ് ഡിഫൻസുമായിട്ട് സൈൻ ചെയ്ത കമ്പനി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ്. ഓക്കെ, ബെൽ അല്ലെങ്കിൽ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് എന്ത് ചെയ്യുന്നത്? ഈ മിനിസ്ട്രി ഓഫ് ഡിഫൻസുമായിട്ട് ചേർന്നിട്ട് 5336.25 കോടി രൂപയുടെ കോൺട്രാക്റ്റ് അതിന് വേണ്ടിയിട്ടാണ് ഇന്ത്യൻ ആർമിക്ക് ആവശ്യമായിട്ടുള്ള ഇലക്ട്രോണിക് ഫ്യൂസിൻ്റെ പർച്ചേസ്. ഓക്കെ, അതിൻ്റെ പർച്ചേസിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തേക്കുന്നത്. ഓക്കെ. അടുത്ത ന്യൂസ്, വിച്ച് കമ്പനി ഹാസ് കൊളാബറേറ്റഡ് വിത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റ് മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻ ടു ലോഞ്ച് എ കസ്റ്റമൈസ്ഡ് സ്റ്റാമ്പ് ആൻഡ് സ്പെഷ്യൽ കവർ. ഓക്കെ, അപ്പം ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റുമായിട്ട് ചേർന്നിട്ട് പുതിയൊരു കസ്റ്റമൈസ്ഡ് സ്റ്റാമ്പും അതുപോലെ പോസ്റ്റ് കവറും റിലീസ് ചെയ്ത അല്ലെങ്കിൽ ലോഞ്ച് ചെയ്ത മിനിസ്ട്രി ഏതാണ് അല്ലെങ്കിൽ ഏത് ഓക്കെ ആ ഒരു കമ്പനി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, മിനിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റ് പോസ്റ്റുമായിട്ട് ചേർന്നിട്ട് കസ്റ്റമൈസ്ഡ് സ്റ്റാമ്പും അതുപോലെ സ്പെഷ്യൽ കവറും റിലീസ് ചെയ്ത കമ്പനി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൻ്റെ ആൻസർ എന്താണ്? റിയോ ടിൻറ്റോ. ഓക്കെ, റിയോ ടിൻറ്റോ എന്ന് പറയുന്ന ഒരു കമ്പനി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പോസ്റ്റുമായിട്ട് ചേർന്നിട്ട് അവരോട് ചേർന്ന് എന്ത് ചെയ്യാണ്? ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള സ്റ്റാമ്പ്സും അതുപോലെ സ്പെഷ്യൽ കവേഴ്സും റിലീസ് ചെയ്യാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ അടുത്ത ന്യൂസ്. നെക്സ്റ്റ്, ഓക്കെ, നമ്മുടെ ഇന്നത്തെ കൺവെർസേഷൻ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഇമ്പോർട്ടൻറ്റ് ന്യൂസുകൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അത് കൃത്യമായിട്ട് നോട്ട് ഡൗൺ ചെയ്ത് പഠിക്കുക, അതിൻ്റെ റിവിഷൻസും കാര്യങ്ങളും കൊണ്ടുപോകുക. എക്സാം ഫോക്കസ് ചെയ്ത് തന്നെ നിങ്ങളുടെ കറണ്ട് സെക്ഷൻസ് ഡെയിലിയുള്ള കറണ്ട് കൃത്യമായിട്ട് തന്നെ അപ്ഡേറ്റ് ചെയ്ത് പോവാം. ഓക്കെ, അപ്പോൾ നമ്മുടെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ അതുപോലെ നമ്മുടെ ഈ പറയുന്ന SSC ബാങ്ക് അതുപോലെ ഈ ഒരു അതിൻ്റെ റീസണിങ് കോണ്ട് അതുപോലെ GK സെക്ഷൻസ് വീഡിയോസ് നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു വീഡിയോസ് അത് കണ്ടു നോക്കുക. അതുപോലെ നമ്മൾ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.